ഹലോ ജോണട്ടൻ, ഞാനിന്ന് എൻ്റെ അമ്മയോട് കൂടെ ഒരു ചെറിയ വീഡിയോ ചെയ്യുകയാണ്. അമ്മയ്ക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അമ്മ, ഈ കൊന്ത കിട്ടുന്ന ആശയം അമ്മയ്ക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ തട്ടിൽ പിതാവിൻ്റെ ആശയം അനുസരിച്ചാണ് ഞങ്ങളിത് മാതൃവേദി അംഗങ്ങൾ ഒരുമിച്ച് കൂടി തീരുമാനമെടുത്ത് ഞങ്ങൾ ഇത് പഠിച്ച് തുടങ്ങിയത്. അമ്മ, ഈ കൊന്ത കെട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എത്രത്തോളം വർഷമായിട്ടുണ്ടാവും? 15 വർഷമായി ഞങ്ങളിത് കൊന്ത കെട്ടാൻ തുടങ്ങിയിട്ട്. ഈ കൊന്ത കെട്ടിക്കഴിഞ്ഞാൽ ഇത് പിന്നെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് മിഷൻ പ്രവർത്തനത്തിനായിട്ടാണ് ഞങ്ങൾ കൊടുത്തയക്കുന്നത്. അമ്മ, ഈ കൊന്ത ഏകദേശം 1,00,000 മീതെ കൊന്ത കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങളൊരു ടീമായിട്ടാണ് കെട്ടുന്നതെന്ന് പറഞ്ഞു. അത് ആരൊക്കെയാണ്? നമ്മുടെ മുക്കാട്ടുകര സെൻറ്റ് ജോർജസ് ഇടവകയിലെ മാതൃവേദി അംഗങ്ങളാണോ? ആരൊക്കെയാണോ? മുക്കാട്ടുകര മാതൃവേദി അംഗങ്ങളിലെ 3-4 അമ്മമാർ ചേർന്നാണ് ഞങ്ങൾ ഈ കൊന്ത കെട്ടുന്നത്. അമ്മ, അതെ, ഇത് കൊന്ത കെട്ടുന്നത് ഓരോ മണിയും ഓരോ നിയോഗങ്ങൾ വെച്ചിട്ടാണെന്നാണ് അമ്മ എന്നോട് ഇന്നാൾ പറഞ്ഞത്. അതെന്താണ്? അതിനെക്കുറിച്ചൊരു വിശദീകരണം ഒന്ന് പറയാമോ? ഈ ജപമാല കെട്ടാൻ പല അമ്മമാരും ഞങ്ങൾക്ക് ജപമാല മണി വാങ്ങിക്കാനും കുരിശ് വാങ്ങിക്കാനും നൂലിനെല്ലാം പൈസ ഓരോരുത്തരും ഞങ്ങൾക്ക് തരും. ആ പൈസ വാങ്ങിച്ച് ഒരുമിച്ച് ശേഖരിച്ച് കറുക്കുറ്റിയെ പോയിട്ടാണ് ഞങ്ങൾ ഈ മണി മേടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ 3-4 പേര് ഒരുമിച്ച് ഈ ജപമാല കെട്ടി അവർ പറഞ്ഞ നിയോഗം ഞങ്ങളനുസരിച്ച് പ്രാർത്ഥിച്ച് ഈ ജപമാല കെട്ടി ഓരോ മക്കൾക്കും കൊടുത്തയക്കുന്നുണ്ട്. മണി കോർത്തതിന് ശേഷം 7 ചിറ്റിട്ടിട്ടാണ് ഈ 10 മണി കെട്ടണത്. ഇത് ജപമാല നമ്മൾ പ്രാർത്ഥിക്കാൻ കയ്യിലെടുത്തിട്ട് കഴുത്തിലിടുകയും പിന്നെ കയ്യിലിട്ട് പ്രാർത്ഥിക്കുകയും ഉപയോഗിക്കുന്ന കൊന്ത കെട്ടുന്ന രീതിയാണ് ഇപ്പം അമ്മ പറഞ്ഞത്. കുരിശിന്റെ ചോട്ടിലെ പരിശുദ്ധ ചോരയിൽ എന്നെ കഴുകി കുളിപ്പിക്കണേ. നെറുകയിൽ കുരിശിന്റെ കുറിചാർത്തണേ, നീലമേലങ്കിയാൽ മുടി തോർത്തണേ. പാപ വിശപ്പന്നിലേറുന്ന നേരത്ത് കുർബാനയപ്പം വിളമ്പിത്തരേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മരിയൻ പ്രാർത്ഥന ഇതാണ്. അമ്മേ, നീ എന്നെ ഒരു കൈക്കുഞ്ഞിനെ പോലെ കൈകളിലെടുത്ത് ഈശോയുടെ പരിശുദ്ധ ചോരയിൽ കുളിപ്പിച്ച് മുടിയെല്ലാം നീല മേലങ്കി കൊണ്ട് തോർത്തി എൻ്റെ നെറുകയിൽ കുരിശിൻ്റെ പൊട്ടു ചാർത്തി എൻ്റെ കണ്ണുകളിൽ ദിവ്യകാരുണ്യ അഞ്ജനം എഴുതി പാപവിശപ്പ് കൊണ്ട് എൻ്റെ ശരീരം പിടയുമ്പോൾ നീ നിൻ്റെ മകൻ്റെ ദിവ്യ ഔഷധമാകുന്ന കുർബാന